അപ്പോൾ സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. ഞങ്ങള് കൊച്ചിയിലേക്ക് ചോള പ്രീമിയർ ലീഗ് കാണാൻ വേണ്ടി പോവാണ്. രാവിലെ ഈ തണുത്ത് വിറയ്ക്കുന്ന ഡിസംബർ കാലഘട്ടത്തില് മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. രജീഷ് ഉണ്ടാ ബാക്കിൽ നിന്ന് രജീഷിന്റെ പൊക്കിയുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടാ പുതിയത്. സമയം 4:30 ആയിട്ടുണ്ട്. റോഡിലൊക്കെ വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 6 മണി. റോഡരികിൽ കണ്ടതാണ് 6 മണി. എടപ്പാൾ പാലത്തെ തിരിക്കുന്നു ഗായ്സ്. കേറട്ടെ പോവാം. അഭിനയിക്കട്ടല്ലേ. നേരം പരപര വിളക്കുന്നു ഗായ്സ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് റോങ് വേ ആയി ഗൈസ്, സോറി. അവരെ വഴി തെറ്റിച്ച് ആ ടീം രാവിലെ ആയി ഗൈസ്. നല്ലൊരു എന്താ വ്യൂ അല്ലേ. ചായ കുടിക്കാൻ ഇറങ്ങി നിൽക്കുന്നു കാക്കകൾ. ബസ്സിൽ ആനയെ കയറ്റി കൊണ്ടുപോകുന്നു ഗൈസ്. ആനയല്ലേ? ആനയല്ല, ആനയല്ല കേസ്. ആനയുടെ ബാക്ക് പോയിരുന്നു. അതെ, ആന തന്നെയാണ്. നമ്മൾ വിചാരിച്ച ആനയെ പൊതിഞ്ഞോട് തണുത്ത് വിറച്ച ആന. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ടാർപ്പായ വിരിച്ചിട്ട് തണുപ്പിനെ ചെറുക്കാനായി ആവടാ ചിന്നയാന. ആനയുടെ വാല അത് കഴിഞ്ഞാൽ ആര് വരുന്നറിയോ? മതിയല്ലോ. സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഏജ് കാര്യങ്ങളൊക്കെ അതിന്റെ ആ റേഞ്ച് നമ്മളെ പ്രായമാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലല്ലേ? ഇതാണ് നമ്മുടെ അതിമനോഹരമായ പണ്ടത്തെ പേര് പറഞ്ഞത് പന്നിത്തോട. വണ്ടി കയറ്റിയില്ല. ഡ്രൈവറെ കാണട്ടെ. അത് ഡ്രൈവറെ കഴിവാണ്. ചെല്ലു ചെല്ലു. തണുപ്പാണ്. തണുപ്പ് 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 ഗൈസ്. അതിമനോഹരമായ പാടം. അതിന്റെ ഇടയിലൂടെ ഇപ്പഴ അതിന്റെ ഇടയിലൂടെ നല്ല അടിപൊളി റോഡ്. ഒരു 45-50 വയസ്സുണ്ടാവോ?
നമ്മള് യാത്രകൾ പോണം. പോരാ പോരാ. അപ്പൊ ഞാനുണ്ടാ. നമ്മളൊരു ജീവൻ പൂവാണ്. അതിൽ സ്റ്റക്കാവും. അതായത് തൊഴിലാളികളാണ് ഈ കാണുന്നത് കേട്ടോ. 600 मीटर बाद ढलान ले. പെരുമ്പാവൂരൊക്കെ പോലെ ഇപ്പൊ തൃശ്ശൂർ ഹൈവേയുടെ അടിയിലാണ് ഈ കാഴ്ച കാണുന്നത്. ജോലിക്കുള്ള ആൾക്കാരാ. മാൻ പവറിന് വേണ്ടിട്ട് ആൾക്കാര്, ജോലിക്കാർക്ക് വേണ്ടിട്ട് ആൾക്കാർ തരുന്നതാണ്. നമ്മുടെ നാട്ടില് ജോലിയില്ല. നമ്മുടെ നാട്ടില് ജോലിയില്ല. അപ്പൊ പണി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ പോടാ അത്തൊന്നും പോലും ബാക്കിണ്ടാവില്ല. മറ്റേ ഇതടിക്കുന്നില്ലേ, മറ്റേ ക്യാമറ ട്രാഫിക് ഇല്ലേ, നിർത്തി കൊടുക്കണല്ല. അത് ഇത്ര സമയമുള്ള ഗ്യാപ്പ്. ആ ഗ്യാപ്പിനനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കും, സ്പീഡ് പോകും. ഓരോ ടൈമിങ്ങിന് കവറപ്പ് ചെയ്യും. ഇത്ര സമയം കൊണ്ട് ഇത്ര അവിടെ എത്ര ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്നത്തെ താരത്തടപ്പ് 100-120 മലയാളിയോട് വല്ലേ റോഡ് ഫ്രണ്ടിൽ ഡിഫൻഡർ പോണോ. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകാറുണ്ടല്ലേ വണ്ടി. KSRTC. നമ്മളിപ്പോ ഏകദേശം അങ്കമാലി കവർ ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. 200 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത വ്യക്തിയാണിത്. ഓട്ടോമാറ്റിക് അല്ല, ഗിയറിലെ വണ്ടിയാണ്. അങ്കമാലി ഇടുക്കി വരെ അല്ല, ആദ്യം ഫ്ലാറ്റിക്കല്ലോ അല്ലല്ല. ആ അല്ലെങ്കിൽ വേറെ കളിയപ്പോഴ വെച്ചിട്ട് നമ്മൾ കൊച്ചി നഗരത്തിന്റെ ഹൃദയമധ്യത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ്. ലെഫ്റ്റിൽ കാണുന്നത് മെട്രോ ആണെന്ന് തോന്നുന്നു. അവിടെ അവൻ ഇടിക്കടാ. ഒരു ഇന്ത്യൻ നേവിയുടെ പോക്കറ്റ് റോഡല്ലേ. എടാ ഇത് പോക്കറ്റ് റോഡാന്ന് കണ്ടുപിടിക്കാനുള്ള നേരെ എനിക്കില്ലാന്ന് നമ്മൾ നോക്കിട്ട് പിന്നെ ക്രോസ് പറയണ്ടേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ക്ഷീണത്തിലാണ്. രണ്ടു പറ്റോ? ഈ രണ്ടു പറ്റുന്നില്ല, ഒതുങ്ങൂല. എന്റെ
സിക്സിന്റെ പെരുമാൾ തുടങ്ങുന്നത്. സിക്സിന്റെ പെരുമാൾ തുടങ്ങുന്നത്. അടിച്ചാലോ മാച്ചോടാ അത്രയുള്ളൂ. സിക്സ് അടിച്ചാൽ വിളിക്കട്ടാ, സിക്സ് അടിച്ചാൽ വിളിക്കട്ടാ. കഴിഞ്ഞുട്ടാ കേച്ചിട്ടാ ഒരു സാധനം കേട്ടോ അറിയാത്തോണ്ടാ എടുത്തൂടാ ഇതെടുത്ത് കഴിഞ്ഞ് കളി കഴിഞ്ഞൂടാ. എന്നടാ എല്ലാം പുറത്താണല്ലോ അടി. കളി അനീഷ് ബാഗിൽ മെമ്മറീസ് അവിടെ നല്ലത്. മറ്റേ തൈര് ഒഴിച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് ഒരു പ്രത്യേക സാമ്പാർ കുറച്ച് ഇങ്ങനെ കഴിക്കണം കേട്ടോ. അത് ഒഴിക്കാനുള്ള ഗ്യാപ്പില്ല. ഇങ്ങനെ ഇവിടെ കുറച്ച് ഒഴിക്കാം. കഴിച്ചില്ലേ? രണ്ടെണ്ണം കഴിച്ചതല്ല, ഒരെണ്ണം കഴിച്ചിട്ടുണ്ടാവും. രണ്ടെണ്ണം ഉണ്ടത് കൈ കഴിയില്ല കേട്ടോ. അടി അത്രയുള്ളൂ സിമ്പിൾ പോലെ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ മോനെ സെറ്റാട്ടോ. അടിയടാ ഒന്നുമില്ല എന്ന ആവേശത്തോടെ മജിദ് ഭായ് ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം അങ്ങനെ തിരൂർ ടീമുകൾ വെല്ലുവിളിക്കാണ് നമ്മളെ വെച്ചിട്ട് അന്ന് കളിച്ചില്ല ഗ്രൗണ്ട് പറ്റോ? ചെയ്യാം. 100 मीटर बाद दाई मुड़ी फिर बाई मुड़ी. ആരാണാവോ എന്റെ മെസ്സേജ് എനിക്ക് ലുലു മാളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കളി കഴിഞ്ഞ് നമ്മൾ അവസാനം കൊച്ചിയിൽ വന്ന് ലുലു മാളിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ആൾക്കാരോട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സണ്ണിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും
രജീഷ് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസം കേട്ടാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ലുലുവിലെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. നല്ല ബ്ലോക്കാണ്. വരുന്നവരുണ്ടെങ്കിൽ വല്ല ബൈക്കായിട്ട് എങ്ങനെ വരിക. കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് സൂപ്പർ ശേഷം ആക്രാന്തം മുത്തുസാനിലത് അടിച്ചു മാറ്റുന്നത്. എത്ര പീസുണ്ട്? 1, 2, 3, 4, 8 പീസുണ്ടോ? അത് കഴിച്ചു കഴിയില്ലടാ. ഒരുപാട് തുടങ്ങി യാത്ര അവസാനിച്ചിരിക്കുന്നു ഗൈസ്. കുറച്ച് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അടുത്ത ഞായറാഴ്ച കാണാം. ഇവ വീട്ടിലെത്തി. ഇവര് പേടിയാന്ന് പറഞ്ഞിട്ട്, ഇവര് നായകളെ പേടിയാന്ന് പറഞ്ഞിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടാക്കിട്ടാണ് ഗൈസ് പോകുന്നത്. ഏട്ടാ ഇവര് പേടിയാറിട്ട് ഇവരെ കൊണ്ടാക്കിട്ടാ വരുന്നത്. ഇവരും പോയി. ഓക്കെ എന്തോ ഒക്കെ കിട്ടിപ്പോടാ.